എടുത്തു വരാനായിട്ട് തമന്ന പിന്നെ നല്ല കോമഡി ഉണ്ട്. അത്ര പേടിയൊന്നും ഇല്ലെങ്കിലും കൊച്ചുകുട്ടിയൊക്കെ കാണാം. വലുതായിട്ടൊന്നുമില്ല, ഒരു പ്രാവശ്യം കാണാം. സെക്കൻഡും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയതില്ല. പടത്തെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് 2 ആയിരുന്നു ഇഷ്ടം. ഫുള്ള് പറയാനുള്ളതൊന്നുമില്ല. അതിപ്പോൾ പഴയ അരമന 2ഉം 1ഉം അതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിലൊരു പുതുമ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പടം കൊള്ളായിരുന്നു. തേർഡ് അപേക്ഷിച്ച് ബാക്കി 3 വട്ടം കാണാൻ സർ. എടുത്തു വരാനായിട്ട് തമന്ന എനിക്കിഷ്ടപ്പെട്ടു. അരമന ഫ്രാഞ്ചൈസ് ലവർ. പേടിക്കാനില്ല, ബാക്കിയുള്ളത് പോലെ തന്നെ. കോമഡിയൊക്കെ പോരായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ഹൊറർ ഫോക്കസ് ചെയ്തിട്ട് ആ മൂവി എടുത്തിട്ടുള്ള അതെല്ലാം കണക്കാ. അറിയാത്തോണ്ടില്ല. കൊള്ളായിരുന്നു. കോമഡി കൊള്ളാം. പടം കൊള്ളാം കേട്ടോ. പോയ പാർട്ടിനെ പോലെ അതേപോലൊക്കെ തന്നെ. വലുതായിട്ടൊന്നുമില്ല, ഒരു പ്രാവശ്യം കാണാം. BGM ഒക്കെ സൂപ്പറായിരുന്നു. വേറെ ക്ലൈമാക്സ് പൊളിയായിരുന്നു. പിന്നെ കുറച്ച് ചിരി ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവിടെ പ്രത്യേകിച്ച് മാറ്റുണ്ട്, അതെല്ലാം ഡിഫറെൻ്റ് കൊള്ളാട്ടോ, സൂപ്പറുണ്ട്. കൊള്ളാം, കണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയതില്ല. ഫസ്റ്റും സെക്കൻഡൊക്കെ കൊള്ളാം. തേർഡും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതൊരു മാതിരി കാട്ടുമണക്കൊക്കെ ആയിപ്പോയി. കാടൊക്കെ കാണിച്ചു. ലാസ്റ്റ് സീന് കൊള്ളായിരുന്നു, ക്ലൈമാക്സ് നല്ല രസമുണ്ട്. ആ ഒരു പ്രതിമയെ കത്തിക്കുന്ന അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. 2 ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഇതും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പടത്തെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് 2 ആയിരുന്നു ഇഷ്ടം. കണ്ടപ്പോൾ നല്ല രസം തോന്നി. ലാസ്റ്റ് ക്ലൈമാക്സ് ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഹൊറർ നല്ല രസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിലാണ് എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. ഫുള്ള് പറയാനുള്ളതൊന്നുമില്ല. അതിപ്പോൾ പഴയ അരമന 2ഉം 1ഉം അതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ അതിലൊരു പുതുമ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പുതുമ എന്ന് പറഞ്ഞാൽ കഥയ്ക്കൊരു പുതുമ. ഈ 2, 3 വേറെ കഥയ്ക്കൊരു പുതുമ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കുക, നല്ല കോമഡി ഉണ്ട്. ഇറങ്ങാൻ ചാൻസും ഉണ്ട്. കാരണം ബോറടിയില്ല. കാരണം കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സിനിമ കൊള്ളാം, മൊത്തത്തിൽ എല്ലാം കൊള്ളാം. പാട്ട് കൊള്ളാം, BGM കൊള്ളാം. BGM നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് BGM തന്നെ. പിന്നെ അവസാനത്തെ പാട്ടൊക്കെ പൊളിയായിരുന്നു. നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല കോമഡി ഉണ്ട്. അത്ര പേടിയൊന്നും ഇല്ലെങ്കിലും കൊച്ചുകുട്ടിയൊക്കെ കാണാം. പ്രേതം ഉണ്ടെങ്കിലും അത്ര പേടിയൊന്നും ഇല്ലല്ലോ. തിയേറ്ററിൽ നിന്ന് സാധാരണ പ്രേത സിനിമ കാണുമ്പോൾ നമ്മൾ നല്ല പേടി വരും. മറ്റത് 3-നെക്കാട്ടിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. പടം ഹിറ്റടിക്ക് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അത് അവർ എല്ലാവരും നോക്കിയാലേ ഇപ്പോൾ ഹിറ്റാവും. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. വ്യത്യാസമായിട്ടുണ്ട്. എല്ലാം ഓരോന്നും ഓരോ പോലെയല്ലേ.